നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസ് മർദ്ദനം ആരോപിച്ച എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരക്കാർ റോഡ് ഉപരോധിച്ചു. രോഗിയായ മാതാവിനെ മകൾ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു. ആശുപത്രി അധികൃതരുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്തു. കാസർഗോഡ് കോട്ടയിലെ കയ്യേറ്റം പ്രതിഷേധം ശക്തമാവുന്നു. ബിജെപി ധർണാ സമരം നടത്തി. കാഞ്ഞങ്ങാട്ടെ നവീകരിച്ച കംഫർട്ട് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. തകർന്ന ഉദയംകുന്ന് റോഡ് നന്നാക്കാൻ BJP പ്രവർത്തകർ രംഗത്തിറങ്ങി. അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. വിശുദ്ധ റമദാൻ അവസാന പത്തിലേക്ക്. മൊഞ്ചത്തിമാർ ഇനി മൈലാഞ്ചിയിടാനുള്ള ഒരുക്കത്തിലേക്ക്. പുത്തരി ഉത്സവത്തിന് നെൽക്കതിർ വിളയിക്കാൻ ആചാരക്കാരുടെ നേതൃത്വത്തിൽ നെൽകൃഷി. വാർത്തകൾ വിശദമായി. പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച SFI ആഹ്വാനം ചെയ്ത താലൂക്ക് ഓഫീസ് മാർച്ചിൽ സംഘർഷം. സമരക്കാർ റോഡ് ഉപരോധിച്ചു. പോലീസ് അതിക്രമം ആരോപിച്ച് SFI ആഹ്വാനം ചെയ്ത താലൂക്ക് ഓഫീസ് മാർച്ചിനെ തുടർന്ന് നഗരത്തിൽ സംഘർഷാവസ്ഥ. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ പോലീസ് അതിക്രമം കാട്ടിയെന്നാരോപിച്ചാണ് SFI സമരത്തിന് ആഹ്വാനം ചെയ്തത്. സമരക്കാർ പോലീസ് വലയം ഭേദിച്ച് താലൂക്ക് ഓഫീസിലേക്ക് ഇരച്ചു കയറി. ഇത് അല്പനേരം സംഘർഷത്തിനിടയാക്കി. CPM ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രമുഖ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഓഫീസുകളിലേക്ക് വിദ്യാർത്ഥി മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വിദ്യാർത്ഥി മാർച്ചിന്റെ കാര്യകാരണങ്ങളെല്ലാം SFIയുടെ ജില്ലാ സെക്രട്ടറി വളരെ വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളിൽ പോയാൽ അവർക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇന്ന് സ്കൂളിനകത്തില്ല. SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, വൈശാഖ്, നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പിരിഞ്ഞുവന്ന സമരക്കാർ റോഡ് ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് വാഹന ഗതാഗതം സ്തംഭിച്ചു. ഉപരോധത്തിനിടയിൽ പോലീസ് ഇടപെട്ടത് അല്പനേരം സംഘർഷത്തിനിടയാക്കി. രോഗിയായ മാതാവിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച മകൾ മുങ്ങി. മൻസൂർ ഹോസ്പിറ്റൽ അധികൃതരുടെ പരാതി പ്രകാരം ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. രോഗിയും വയോധികയുമായ മാതാവിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് മകളും ഹോം നഴ്സും സ്ഥലം വിട്ടു. വൃക്കരോഗിയായ ചിത്താരിയിലെ ഫാത്തിമയാണ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ ആരോരുമില്ലാതെ കഴിയുന്നത്. ഒരാഴ്ച മുമ്പാണ് ഫാത്തിമയെ മകൾ ഫൗസിയയും മറ്റൊരു യുവാവും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഒരു ഹോം നഴ്സിനെ പരിചരണത്തിന് ഏൽപ്പിച്ചാണ് ഫൗസിയ മടങ്ങിയത്. വിശദമായ പരിശോധനയിൽ ഫാത്തിമയുടെ വൃക്കകൾ തകരാറിലാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഗർഭാശയ രോഗ വിദഗ്ധൻ ഡോക്ടർ കുഞ്ഞാമതാണ് ഫാത്തിമയെ പരിശോധിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഡയാലിസിസിന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫാത്തിമയുടെ പരിചരണത്തിനോ തുടർ ചികിത്സയ്ക്കോ ആരും രംഗത്ത് വന്നില്ല. വൃക്കരോഗിയായ ഫാത്തിമയുടെ സ്ഥിതി ഏറെ പരിതാപകരമാണ്. ഡയാലിസിസിന് വിധേയമാക്കാത്തതിനാൽ മുഖം നീരുവന്ന് വീർത്ത നിലയിലാണ്. ആശുപത്രി അധികൃതർ ഫൗസിയ രജിസ്റ്ററിൽ കൊടുത്ത ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ടുവെങ്കിലും വ്യക്തമായ മറുപടി ലഭിക്കുകയുണ്ടായില്ല. മകൾ ഫൗസിയയും ഭർത്താവ് അഷറഫും പുതുമ പാക്യാരയിലാണെന്നാണ് ഫാത്തിമ പറയുന്നത്. അതിനിടെ ഫാത്തിമയുടെ പരിചരണത്തിന് നിർത്തിയ ഹോം നഴ്സും ആശുപത്രി അധികൃതരെ വിവരമറിയിക്കാതെ സ്ഥലം വിടുകയാണുണ്ടായത്. ബന്ധുക്കൾ ഉപേക്ഷിച്ച ഫാത്തിമയുടെ വിവരങ്ങൾ മൻസൂർ ഹോസ്പിറ്റൽ അധികൃതർ ഹോസ്ദുർഗ് പോലീസിന് കൈമാറി.
ഉദ്യോഗസ്ഥർക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കോട്ട കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ബിജെപി. ധർണാ സമരത്തിൽ പ്രതിഷേധമിരമ്പി. കാസർഗോഡ് കോട്ട പൈതൃക സ്വത്തായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കോട്ട സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റ സംഭവത്തിൽ CBI അന്വേഷണം നടത്തുക, ഇതിന് കൂട്ടുനിന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, കോട്ട സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ധർണ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഗവൺമെന്റ് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്, കോട്ട സർക്കാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. അത് ശുദ്ധമായിട്ടുള്ള ഒരു തട്ടിപ്പാണ്. സർക്കാർ ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവും ഇതിനുവരെ ഈ നിമിഷം വരെ ഇറങ്ങിയിട്ടില്ല. കോട്ട പുരാവസ്തു വകുപ്പിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവും സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം സഭയിൽ ഉന്നയിക്കുമ്പോഴും കാസർഗോഡ് ജില്ലയിലെ ഒരു സമരത്തിലും കാണാത്ത DYFIക്കാർ ഇവിടെ ധർണ നടത്തുമ്പോഴും നമ്മളെല്ലാവരും വിചാരിച്ചത് എന്താണോ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞാനും വിചാരിച്ചു DYFI കാസർഗോഡ് ഇത്തരം സമരങ്ങളിൽ ഇടപെടുന്നത് പതിവില്ലല്ലോ. കാഞ്ഞങ്ങാടാണെങ്കിൽ മനസ്സിലാക്കാം, പക്ഷെ കാസർഗോഡ് നഗരത്തിൽ ഇത്തരം സമരങ്ങളിൽ ഇടപെടുന്നത് പതിവില്ലല്ലോ. എന്താണ് ഇങ്ങനെ DYFIക്ക് നല്ല ബുദ്ധി ഉദിച്ചോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീടാണ് ഇവിടെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് DYFIയുടെ ജില്ലാ നേതാക്കന്മാർക്ക് കാര്യങ്ങളൊന്നും അറിയാതെയാണ് ആ സമരത്തിൽ അവർ മുന്നോട്ട് പോയതെന്ന്. കാര്യം മനസ്സിലായപ്പോൾ അവരിപ്പോൾ സമരം അവസാനിപ്പിച്ചല്ലോ. അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, സുരേഷ് കുമാർ ഷെട്ടി, പ്രമീള നായിക്, സുധാമ ഗോസാഡ, രാമപ്പ മഞ്ചേശ്വരം എന്നിവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട്ടെ കംഫർട്ട് സ്റ്റേഷൻ നവീകരിക്കണമെന്ന ആവശ്യം. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നവീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കർഷക ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഈ പുതിയ കാലത്ത് കർഷക ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മോദിയുടെ ഭരണകാലം സാധാരണ ജനങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല. ഇവിടെ വിദേശ മൂലധന നിക്ഷേപം വലിയ പ്രശ്നമായിട്ട് UPA ഗവൺമെന്റ് കാലത്ത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ചില്ലറ വിൽപ്പന രംഗത്ത് വിദേശ മൂലധനം അനുവദിക്കുന്ന വിഷയം UPA ഗവൺമെന്റ് കൈകാര്യം ചെയ്തപ്പോൾ അതിനെതിരായിട്ട് പ്രതിപക്ഷം ശക്തമായിട്ടുള്ള നിലപാട്. KV രാഘവൻ അധ്യക്ഷനായി. രാജൻ കരിച്ചേരി, വെള്ളിക്കോത്ത് കൃഷ്ണൻ, പ്രമോദ്, ആനന്ദൻ എന്നിവർ സംസാരിച്ചു. സുധാകരൻ കോയിത്തട്ട സ്വാഗതം പറഞ്ഞു. KV രാഘവനെ പ്രസിഡന്റായും പ്രഭാകരനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. നടുവൊടിക്കും യാത്രയ്ക്ക് പരിഹാരമൊരുക്കാൻ BJP പ്രവർത്തകർ രംഗത്തിറങ്ങി. ഉദയംകുന്ന് റോഡിനാണ് BJP പ്രവർത്തകരുടെ ഇടപെടലിലൂടെ ശാപമോക്ഷമായത്. അവഗണനയുടെ കയ്പ് നീർ കുടിച്ച ഉദയംകുന്നുകാർ ഒടുവിൽ രംഗത്തിറങ്ങി. തകർന്ന റോഡിന് ശാപമോക്ഷമേകാൻ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമദാനം നടത്തി. മാവുങ്കാലിലേക്കും കാഞ്ഞങ്ങാട്ടേക്കുമുള്ള റോഡ് തകർന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴും നന്നാക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് അവർ രംഗത്തിറങ്ങിയത്. അജാനൂർ പഞ്ചായത്ത് കടുത്ത അവഗണനയാണ് പ്രദേശത്തോട് കാട്ടുന്നതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിന്റെ അവഗണനയ്ക്ക് എതിരായിട്ടുള്ള പ്രതിഷേധവും പിന്നെ പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് വണ്ടി കൊണ്ടുപോകാനും നടന്നു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കാറുള്ളതാണ് BJP ബൂത്ത് കമ്മിറ്റിയുടെ പേരിൽ ഈ പരിപാടികൾ സംഘടിപ്പിച്ചത്. പഞ്ചായത്തിന് നിരന്തരമായ നിവേദനങ്ങളും അതുപോലെ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്തിയിട്ടും പഞ്ചായത്ത് രംഗത്ത് ഒരു കാര്യങ്ങളുമില്ല. പഴയ റോഡ് നന്നാക്കണം എന്നുള്ള അഭിപ്രായമില്ല. പുതിയ റോഡ് ഉണ്ടാക്കുക, അതിന് ഉണ്ടാകുന്ന ബെനിഫിറ്റും വാങ്ങി കൂട്ടുക എന്നുള്ളത് മാത്രമാണ് പഞ്ചായത്ത് മെമ്പറുടെ പ്രവർത്തനം. സ്ട്രീറ്റ് ലൈറ്റ്, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇപ്പോൾ കത്താനില്ല. അവരവരെ ബന്ധുക്കൾ, പഞ്ചായത്തിലെ ആളുകൾ ബന്ധുക്കളുടെ സ്ഥലത്തേക്കെല്ലാം പുതിയ റോഡിൽ ടാറിങ് എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. ഈ റോഡ് ഇങ്ങനെ അവഗണിച്ച് 5 വർഷത്തോളമായി. 4 ലക്ഷം രൂപ ചെലവിട്ട് ജില്ലിയും കരിങ്കൽ പൊടിയും എത്തിച്ചാണ് ശ്രമദാനം നടത്തിയത്. വാഹനയാത്രയും കാൽനടയാത്രയും ദുരിതമായപ്പോഴാണ് BJP പ്രവർത്തകർ സ്വയം സന്നദ്ധരായി രംഗത്തിറങ്ങിയത്. ജില്ലിയും കരിങ്കൽ പൊടിയും ഇട്ട് കുഴികൾ നികത്തിയതോടെ യാത്ര സുഗമമായി. പ്രവർത്തനങ്ങൾക്ക് VV കമ്മാരൻ, പള്ളോട്ട് തമ്പാൻ, വിക്രമൻ, പുഷ്പൻ, ദേവി തുടങ്ങിയവർ നേതൃത്വമേകി. കോളനികളിലെ ദുരിതം. മഞ്ചേശ്വരത്തെ ദയനീയ ചിത്രം നേരിട്ടറിയാൻ ജില്ലാ പോലീസ് മേധാവി എത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസൻ കോളനിയിലെ ദുരിതം കാണാൻ എത്തിയത്.
മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ കോളനികളിൽ വസിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ IPS കോളനി സന്ദർശിച്ചു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു ಪರಿபாಡಿ. കോളനി സന്ദർശനോദ്ഘാടനവും ജില്ലാ പോലീസ് മേധാവി നിർവഹിക്കുകയുണ്ടായി. ಪ್ರತಿ ತಿಂಗಳು ಒಂದು ಕಾಲನಿ ಹೋಗ್ಬಿಟ್ಟು ಸಂದರ್ಶನ ಮಾಡ್ತೀನಿ. ಮಾಡಿದಾಗ ಒಂದು 10 ಒಂದು ಕೋಟಿ ಡಿಪಾರ್ಟ್ಮೆಂಟ್ಗೆ ಸಂಬಂಧವಾಗಿರುವಂತಹ ಕಂಪ್ಲೇಂಟ್ ಆಗಿರ್ತಾರೆ. ಒಂದು ಕಂಪ್ಲೇಂಟು 2 ಕಂಪ್ಲೇಂಟ್ ಮಾತ್ರ ಪೊಲೀಸ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ಗೆ ಆಕ್ಷನ್ ಮಾಡುವಂಥದ್ದು ಮಾತ್ರ ಇರುತ್ತೆ. ಬಾಕಿ ಎಲ್ಲ ರೆವಿನ್ಯೂ ಡಿಪಾರ್ಟ್ಮೆಂಟ್ಗೆ ಇಲ್ಲಾಂದ್ರೆ ಬೇರೆ ಡಿಪಾರ್ಟ್ಮೆಂಟ್ಗೆ ಅಂತ ಇರುತ್ತೆ. ಅದಕ್ಕೋಸ್ಕರ ಎಲ್ಲ ಡಿಪಾರ್ಟ್ಮೆಂಟಿನ ಉದ್ಯೋಗಸ್ಥರುಗಳನ್ನು ಇಲ್ಲಿ ಕರೆಸಿಬಿಟ್ಟು ನಾವು ಈ ಕಾರ್ಯಕ್ರಮ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് സമീറ അധ്യക്ഷയായി. അഷ്റഫ് വോർക്കാടി, DYSP M സുരേന്ദ്രൻ, നാഗേഷ്, കുമ്പള CI KV സുരേഷ് ബാബു, മഞ്ചേശ്വരം SI P വിജയൻ, ഗുരുവപ്പ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 100ഓളം പേരിൽ നിന്നും നിരവധി പരാതികൾ ലഭിക്കുകയുണ്ടായി. ഇവയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് 1 മാസത്തിനകം പരിഹാരമുണ്ടാകുമെന്ന് ഡോക്ടർ ശ്രീനിവാസ് IPS പറഞ്ഞു. ഗതാഗതക്കുരുക്കുകൾ ഒഴിവാക്കാൻ കോട്ടച്ചേരി മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് DYFI. ഹോസ്ദുർഗ് മേഖലാ സമ്മേളനത്തിന് സമാപനം. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമൊരുക്കാൻ കോട്ടച്ചേരി മേൽപ്പാല നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് DYFI ഹോസ്ദുർഗ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. അഭിലാഷിന്റെ കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാനപരമായിട്ടുള്ള സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ ലോകത്ത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 60കളിലും 70കളിലും എല്ലാം ലോകത്താകെ അലയടിച്ചുയർന്ന മുതലാളിത്തത്തിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ, വലിയ ജനകീയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരായിട്ടുള്ള ജനകീയ സമരങ്ങൾ, ഇന്ത്യയിലാണെങ്കിൽ ഭരണവർഗത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി ഉയർന്നു വന്നുകൊണ്ടിരുന്ന ശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾ. സുജിത് അധ്യക്ഷനായി. PK നികേഷ്, KT പ്രമോദ് കുമാർ, വിനീത് മുറിയനാവി, ജില്ലാ കമ്മിറ്റി അംഗം C വിജയൻ, നിതീഷ് ചാലിങ്കാൽ, സുജാത സുകുമാരൻ, AV രാമചന്ദ്രൻ, കൃഷ്ണൻ കുട്ടമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കഥയുടെ സുൽത്താന് തെരുവത്ത് ഗവൺമെന്റ് LP സ്കൂളിന്റെ ആദരം. കഥയും കഥാപാത്രങ്ങളും പുനരാവിഷ്കരിച്ചാണ് കുട്ടികൾ വേറിട്ട അനുഭവമാക്കിയത്. കഥ പറഞ്ഞ് സ്വയം കഥയായി മാറിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ അനുസ്മരണവും തെരുവത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. പാത്തുമ്മയുടെ ആട് എന്ന കഥയിലെ പാത്തുമ്മയും ആടും ബഷീറും ഉമ്മയുമെല്ലാം കുട്ടികൾക്ക് മുന്നിൽ വീണ്ടും എത്തി. 4ാം ക്ലാസ്സുകാരൻ റിംഷാദിന്റെ ആടായിരുന്നു മുഖ്യ ശ്രദ്ധാകേന്ദ്രം. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇടയിലേക്ക് ബഷീറിന്റെ കഥാപാത്രങ്ങൾ കടന്നുവന്നു. തുടർന്ന് ബഷീർ അനുസ്മരണവും നടന്നു. സ്കൂൾ വിദ്യാർത്ഥികളായ തസ്നി, വൈഷ്ണവ്, ആൻസിയ, ഫാഹിമയുമാണ് ബഷീറിന്റെ കഥാപാത്രങ്ങളായത്. പ്രമീല ടീച്ചർ, PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ, പ്രധാനാധ്യാപകൻ KK രാഘവൻ, അംബിക, രാധ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് ഓഫ് പെരിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ലയൺസ് ക്ലബ് ഓഫ് പെരിയയുടെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പെരിയ ലയൺസ് ഹാളിൽ നടന്നു. ലയൺ V വിജയൻ പതാക ഉയർത്തി. ലയൺ ഭാസ്കരൻ ചാലിങ്കാൽ അധ്യക്ഷനായി. ലയൺ P ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഡോക്ടർ ദാമോദരന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. Lion Melvin Jones, an insurance agent by profession, but a leader with great vision. Lionism became international after 2 years by forming a new club in Canada by name Windsor, Ontario. That's how our organization became international. Lionism came to shores of India in the year 1956 with the Lions Club of Bombay as our first club. Lionism entered Kerala with the inauguration of Lions Club of Calicut. Today, as I have mentioned, this is the largest service organization in the world, spread over in 210 countries. ലയൺ മുരളീധരൻ നായർ, ലയൺ മോഹൻകുമാർ, ലയൺ പ്രവീൺ ഗോപിനാഥ്, ലയൺ V ബാലൻ, ലയൺ ജോയ് ജോസഫ്, ലയൺ രാജേന്ദ്രൻ, ലയൺ പ്രമോദ് പെരിയ, ലയൺ ജാഫർ, ലയൺ രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് വിഭജനം ഉത്തരവ് പുറത്തിറക്കി. കാസർഗോഡ് ബ്ലോക്കിൽ ഇനി 4 പഞ്ചായത്തുകൾ മാത്രമാണ് ഉണ്ടാവുക. ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ വിഭജിച്ചുകൊണ്ടുള്ള നിർദ്ദേശമടങ്ങിയ ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. ഇതിന്റെ ഭാഗമെന്നോണം കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്ന 6 പഞ്ചായത്തുകൾ ഇനി 4 എണ്ണമായി ചുരുങ്ങും. ചെമ്മനാടും കുമ്പളയുമാണ് കാസർഗോഡ് ബ്ലോക്കിൽ നിന്ന് ഒഴിവാകുന്ന പഞ്ചായത്തുകൾ.
ജില്ലയിൽ തന്നെ വൻ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് കാരണമാകുന്ന നിർദ്ദേശങ്ങളാണ് പുതിയ ഉത്തരവിലുള്ളത്. പരാതിയുള്ളവർ 15 ദിവസത്തിനകം അധികൃതരെ അറിയിക്കണമെന്ന് ഉത്തരവിൽ പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട്. നവംബർ 1 നിലവിൽ വരുന്ന വിധമാണ് ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി പുണ്യം തേടി. വിശുദ്ധ റമദാൻ അവസാന പത്തിലേക്ക്. മൊഞ്ചത്തിമാർ ഇനി മൈലാഞ്ചിയിടാനുള്ള ഒരുക്കത്തിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്നേഹ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ഉപാധി കൂടിയാണ് മൈലാഞ്ചി. ചെറിയ പെരുന്നാളിനോട് അടുപ്പിച്ചാണ് മൈലാഞ്ചി അണിയിലെങ്കിലും പരമ്പരാഗത രീതിയിലാകുമ്പോൾ മൈലാഞ്ചി അണിയാൻ ദിവസങ്ങളുടെ അധ്വാനം ആവശ്യമുണ്ട്. മൈലാഞ്ചിക്കാലം ആഘോഷമാക്കാൻ ഇന്ന് വൈവിധ്യ നിറങ്ങളിലുള്ള മൈലാഞ്ചികൾ ബഹുവർണ്ണ പാക്കറ്റുകളിൽ വിപണിയിലെത്തുന്നുണ്ട്. ഇതോടെ മൈലാഞ്ചി ഒരുക്കം പെരുന്നാൾ ചടങ്ങുകളിൽ നിന്നും മെല്ലെ പടിയിറങ്ങി തുടങ്ങി. മൈലാഞ്ചി ചെടിയുടെ ഇലകളും മൂപ്പെത്താത്ത അടക്കയും ചേർത്ത് അരകല്ലിൽ അരച്ചാണ് മൈലാഞ്ചി ചാർത്ത് ഉണ്ടാക്കിയിരുന്നത്. അരച്ചെടുക്കുന്ന കുഴമ്പ് ഒരു ദിവസം സൂക്ഷിച്ച ശേഷമാണ് അണിഞ്ഞിരുന്നത്. പടന്നക്കാട് മൂവാരിക്കുന്നിലെ ഷഹീമ മൻസിൽ ഒത്തുചേർന്ന് മൈലാഞ്ചി അണിയുന്നതിലെ കൂട്ടായ്മ ഇന്നും നിലനിർത്തുന്നു. അറബിക് അധ്യാപിക ഷാഹനയുടെ നേതൃത്വത്തിലാണ് ഓരോ വർഷവും മൈലാഞ്ചി അണിയൽ സംഘടിപ്പിക്കുന്നത്. പുതിയ കുട്ടികളെ പരമ്പരാഗത രീതിയിലുള്ള മൈലാഞ്ചി ഒരുക്കം ശീലിപ്പിക്കുന്നതിലും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. പെരുന്നാളിനൊരുങ്ങി നാട്. നഗരം തിരക്കിൽ വീർപ്പുമുട്ടുന്നു. കഴിഞ്ഞ 2 ദിവസമായി കാസർഗോഡ് നഗരത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പെരുന്നാൾ സമാഗതമായതോടെ നാടും നഗരവും ആഘോഷത്തിമർപ്പിലാണ്. കാസർഗോഡ് പട്ടണം ജനത്തിരക്ക് കാരണം വീർപ്പുമുട്ടുന്ന കാഴ്ചയാണ് നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് വസ്ത്രക്കടകളിലൊക്കെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടവും കൂടുതലാണെന്നാണ് കടയുടമകളുടെ സാക്ഷ്യപ്പെടുത്തൽ. പെരുന്നാളിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ അനുഭവപ്പെടുന്ന ഈ തിരക്ക് ഇനിയും കൂടാനാണ് സാധ്യത. റോഡപകടങ്ങൾ വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസുകാരെ ഗതാഗത നിയന്ത്രണത്തിനായി നിയോഗിക്കേണ്ടതുണ്ട്. തിരക്കിനിടയിൽ പലയിടങ്ങളിലും കണ്ടുവരുന്ന മോഷണം, പിടിച്ചുപറി എന്നിവയിൽ നിന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം വേണമെന്ന നിലക്ക് കൂടുതൽ പോലീസുകാരെ നഗരത്തിൽ അത്യാവശ്യമായി വിന്യസിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCN. വാർത്തകൾ തുടരുന്നു. അടൂട്ട് മൂത്തേടത്ത് കുതിര് പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തെ കൂട്ടായ്മയുടെ കരുത്തിൽ നെൽകൃഷി ഇറക്കി. പൈതൃകം UAE കമ്മിറ്റി സമർപ്പിച്ച വയലിലാണ് നെൽകൃഷി ഇറക്കിയത്. അടൂട്ട് മൂത്തേടത്ത് കുതിരെ പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം വകയായുള്ള കൃഷിയിടത്തിൽ 1ാം വിള നെൽകൃഷി ഇറക്കി. പൈതൃകം UAE കമ്മിറ്റി സമർപ്പിച്ച വയലിലാണ് കൃഷി ഇറക്കിയത്. നിലമൊരുക്കാനും കാർഷിക പരിചരണങ്ങൾക്കും ഭക്തജനങ്ങൾ ഒത്തുചേർന്നു. ഞാറുനടിയിൽ വിജയിപ്പിക്കാൻ ക്ഷേത്രസ്ഥാനികരും ആഘോഷ കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതിയും ഒത്തുചേർന്നു. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമായി ഗൾഫ് കമ്മിറ്റി പൈതൃകം UAE സമർപ്പിച്ച പുത്തരിക്കണ്ടത്തിൽ അമ്പല കമ്മിറ്റിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടെ അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ സ്ഥാനികന്മാരുടെ സാന്നിധ്യത്തിൽ കൃഷി ഇറക്കുന്നു. 30 സെന്റ് കൃഷിയിടത്തിലാണ് നെൽകൃഷി ഇറക്കിയത്. ലഭിക്കുന്ന വിളവ് പുത്തരി ഉത്സവത്തിന് എടുക്കാനാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മഞ്ചേശ്വരം ഒരുങ്ങി. രാഷ്ട്രീയ പാർട്ടികൾ തന്ത്രങ്ങൾ മെനയുന്നു. UDFും BJPയും ശക്തമായ മത്സരം നടക്കുന്ന പഞ്ചായത്താണ് മഞ്ചേശ്വരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിനും BJPക്കും 8 വീതം സീറ്റുകളാണുള്ളത്. കോൺഗ്രസ്, CPM, CPI, SDPI, സ്വതന്ത്രൻ എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും. ഇതിനിടയിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് 2 പ്രസിഡന്റുമാരുണ്ടായി. ഫാത്തിമ സോറയും ഇപ്പോഴത്തെ പ്രസിഡന്റ് നുസ്രത്ത് ജഹാനും. ഇനി വരും ദിവസങ്ങളിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ.
മൂലക്കണ്ടത്ത് ഒരു വീട്ടിൽ ഒരു മരം പദ്ധതി തുടങ്ങി. പ്രതിജ്ഞ അവയർനെസ് സൊസൈറ്റിയും ഷാവേഴ്സ് സാംസ്കാരിക സമിതിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് പ്രതിജ്ഞ അവയർനെസ് സൊസൈറ്റിയും മൂലക്കണ്ടം ഷാവേഴ്സ് ക്ലബ്ബും സംയുക്തമായാണ് വേപ്പ് മരങ്ങൾ വിതരണം ചെയ്തത്. പ്രതിജ്ഞ അവയർനെസ് സൊസൈറ്റി ചെയർമാൻ HP ശാന്താറാം ഉദ്ഘാടനം ചെയ്തു. ഈ വേപ്പ് എന്താന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇതിന്റെ അവയർനെസ് അറിയില്ല. ഇതിന്റെ ബോധവൽക്കരണം ചെയ്യാൻ ആളുകളൊക്കെ കഴിയുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഈ 40 ഔഷധ ഗുണങ്ങൾ ഉണ്ട് പറഞ്ഞിട്ട് അവർക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ അറിയുന്നത്. നമ്മളിത് ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഒരു ഏക്കർ ഒരു വീട്ടിൽ 1300 വേപ്പ് നട്ടിട്ട് അയാൾക്കിപ്പോൾ 105 വയസ്സായി. അയാൾ പറഞ്ഞ എനിക്ക് ഒരു സൂക്കേടില്ല, ഇതിനെ വേപ്പാണ് ഞാൻ വേപ്പിന്റെ ഇടക്കാണ് ഞാൻ ജീവിക്കുന്നത് പറഞ്ഞിട്ട് അത്രയും ഔഷധ ഗുണങ്ങളിൽ ഒരു മരമാണ്. സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. മനോജ് കാരക്കുഴി, ചന്ദ്രൻ മാസ്റ്റർ, KM സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി കുട്ടികൾക്ക് കാഞ്ഞങ്ങാട് അമൃത കോളേജിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ കൈമാറി. കോവൽ അംഗൻവാടിയിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. കാഞ്ഞങ്ങാട് അമൃത കോളേജിന്റെ നേതൃത്വത്തിൽ കൊവ്വൽ അംഗൻവാടി കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ നൽകി. മുൻ നഗരസഭാ ചെയർമാൻ V. ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടച്ചേരിയിൽ പ്രവർത്തിക്കുകയും അജാനൂർ പഞ്ചായത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് താമസിക്കുകയും ചെയ്യുന്ന ശ്രീമതി അംബിക രവീന്ദ്രനും നമ്മുടെ പ്രദേശത്തെ ഒരു അംഗൻവാടിക്ക്, അത് അവർക്ക് മറ്റു തരത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഈ പ്രദേശത്തെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് വേണ്ടി ഉദാരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ചെറുതെങ്കിലും ആശ്വാസമാകുന്ന ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്നതിന് ആദ്യമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഒരു വെൽവിഷർ എന്നുള്ള നിലക്ക് ഇതിനു മുമ്പും ഇവരുടെ ഒട്ടേറെ പരിപാടികൾ സംബന്ധിക്കാനുള്ളതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ശോഭ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ കൃഷ്ണൻ, KV ദാമോദരൻ, രവീന്ദ്രൻ മുങ്ങത്ത്, അംബിക രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ശാരദ ടീച്ചർ സ്വാഗതവും ദേവി നന്ദിയും പറഞ്ഞു. അഖിലേന്ത്യാ സംസ്ഥാന മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ K. ദീപക് കുമാറിന് പൗരസ്വീകരണം നൽകി. സ്വീകരണം നടന്നത് ചെറുവത്തൂർ പുതിയ കണ്ടത്ത്. ചെറുവത്തൂർ പുതിയകണ്ടം AKG സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, AB സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. BB നഗറിൽ നിന്നും പുതിയകണ്ടത്തേക്ക് സ്വീകരിച്ചാനയിച്ചു. സ്വീകരണ സമ്മേളനം തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിന്റെ മൊത്തം ആവേശമായി ദീപകിന്റെ ഈ വിജയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദീപകിനെ അനുമോദിക്കാനാണ് ഇന്ന് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു വലിയ അനുമോദന യോഗം സംഘടിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം, അതുപോലെ തന്നെ AB സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇതിൻ്റെ ഭാരവാഹികളെ അനുമോദിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സംഘാടക സമിതി ചെയർമാൻ VV ശ്രീധരൻ അധ്യക്ഷനായി. K. കണ്ണൻ മാസ്റ്റർ, ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. പുതിയകണ്ടം പ്രദേശത്ത് നിന്നും SLC പരീക്ഷയിൽ വിജയിച്ചവർക്ക് KM നാരായണൻ ധീരജവാൻ ആലയിൽ വിനോദ് സ്മാരക എൻഡോമെന്റ് സമ്മാനിച്ചു. സംഘാടക സമിതി കൺവീനർ A. ബാലൻ സ്വാഗതവും K. സനൽ നന്ദിയും പറഞ്ഞു. പുനർനിർമ്മാണം നടക്കുന്ന പുതിയകണ്ടം ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിന്റെ മാതൃകാ പ്രകാശനം നടന്നു. ക്ഷേത്ര അങ്കണത്തിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. പുനർനിർമ്മാണം നടന്നുവരുന്ന മാവുങ്കാൽ പുതിയകണ്ടത്തെ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിന്റെ നിർദ്ദിഷ്ട ക്ഷേത്ര മാതൃക പ്രകാശനം ചെയ്തു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് പ്രഭാകരൻ ആചാര്യയും ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ് VV സുരേന്ദ്രനും ചേർന്നാണ് ക്ഷേത്ര മാതൃക പ്രകാശനം ചെയ്തത്. ക്ഷേത്രം മേൽശാന്തി ഹരിശ്ചന്ദ്ര പുരോഹിതർ ഭദ്രദീപം കൊളുത്തി.
നവീകരണ കമ്മിറ്റി ചെയർമാൻ വൈനിങ്ങാൽ പുരുഷോത്തമൻ വിശ്വകർമ്മൻ അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ പി അരവിന്ദാക്ഷൻ, ജയൻ രാവണീശ്വരം, ബാബുരാജ് നെല്ലിക്കാട്ട് എന്നിവർ സംസാരിച്ചു. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകത്തിന്റെ പുതിയ ഭരണസമിതി സ്ഥാനമേറ്റു. ക്ഷേത്രത്തിന്റെ ആസ്തി രജിസ്ട്രിയുടെ കൈമാറ്റം നടന്നു. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകത്തിന്റെ 2015-18 വർഷത്തെ ഭരണസമിതി ചുമതലയേറ്റു. പുതിയ ഭാരവാഹികളായി കെ കൃഷ്ണൻ താന്നിക്കാലിനെ പ്രസിഡന്റായും എം ഗോപാലനെ വൈസ് പ്രസിഡന്റായും എം കെ സുനന്ദനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ഖജാൻജിയായി കൃഷ്ണൻ അള്ളങ്കോടനും ജോയിന്റ് സെക്രട്ടറിമാരായി എം കെ സതീശനും കെ കുഞ്ഞമ്പുവും സ്ഥാനമേറ്റു. ചടങ്ങിൽ പ്രസിഡന്റ് കൃഷ്ണൻ താന്നിക്കാൽ അധ്യക്ഷനായി. എം കെ കൃഷ്ണൻ, വി കേളു മാസ്റ്റർ, സെക്രട്ടറി എം കെ സുനന്ദൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് മർദ്ദനം ആരോപിച്ച SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരക്കാർ റോഡ് ഉപരോധിച്ചു. രോഗിയായ മാതാവിനെ മകൾ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു. ആശുപത്രി അധികൃതരുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്തു. കാസർഗോഡ് കോട്ടയിലെ കയ്യേറ്റം പ്രതിഷേധം ശക്തമാവുന്നു. BJP ധർണാസമരം നടത്തി. കാഞ്ഞങ്ങാട്ടെ നവീകരിച്ച കംഫർട്ട് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ഡിവിഷൻ സമ്മേളനത്തിന് സമാപനം. തകർന്ന ഉദയംകുന്ന് റോഡ് നന്നാക്കാൻ BJP പ്രവർത്തകർ രംഗത്തിറങ്ങി. അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. വിശുദ്ധ റമദാൻ അവസാന പത്തിലേക്ക്. മൊഞ്ചത്തിമാർ ഇനി മൈലാഞ്ചിയിടാനുള്ള ഒരുക്കത്തിലേക്ക്. പുത്തരി ഉത്സവത്തിന് നെൽക്കതിർ വിളയിക്കാൻ ആചാരക്കാരുടെ നേതൃത്വത്തിൽ നെൽകൃഷി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.